ചങ്ങായിമാരെ മൊത്തം പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര പ്രശ്നം. ആരിക്കാർ പ്രശ്നം? സംഖ്യക്ക് പ്രശ്നം. എന്തിനാ സംഖ്യക്ക് പ്രശ്നം? തന്ത്രീനെ പൊക്കിയപ്പോ സംഖ്യക്ക് മൊത്തം പ്രശ്നം. എനക്കെന്താ മനസ്സിലാത്തേച്ചിട്ടില്ല, ഭക്തജനങ്ങളെയും ഹിന്ദുക്കളെയും മൊത്തം കേരളീയരൊക്കെ പറ്റിച്ചു നടന്ന രാജീവര് കണ്ടര് എന്തിനാണ് ആ രരണ പൊക്കിയപ്പോ സംഗീതർക്ക് എന്തിനാന്ന് ഇത്രമാത്രം പോയപ്പോ? ഇത്രയും ദിവസം ശബരിമലയിൽ സ്വർണം കട്ടവനെ പിടിക്കണം എന്ന് പറഞ്ഞ സംഖ്യയിലുണ്ടല്ല, ഈ തന്ത്രി കണ്ഠര രാജീവര പൊക്കിയപ്പോണ്ടല്ല. ഇനി അങ്ങനെ പിടിക്കണ്ടപ്പാ, അത്ര നിർബന്ധമൊന്നുമല്ല സ്വർണം കട്ടവനെ പിടിക്കുന്നതെന്ന് നമ്മളെ സംഖ്യകൾ ഇപ്പം പറയുന്നത്. വേറൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളെ തന്ത്രി കണ്ഠര രാജീവരെ പൊക്കിയ പാട് കുറെ സംഖ്യകൾ അങ്ങ് കോമയിലായിപ്പോയി. അവർക്കുണ്ടല്ല ഒന്നും മിണ്ടാനും കഴിയുന്നില്ല, ഒന്നും കേൾക്കുന്നുമില്ല, ഒരുത്തനെയും സോഷ്യൽ മീഡിയ കാണുന്നില്ല. അങ്ങനെ കുറെ തെറി കിട്ടിയപ്പം ഓരോരോ മൂലക്കുന്നായിട്ട് ഓരോരോ സംഖ്യകൾ പുറത്തു വന്നിട്ട് ചെറിയ പോസ്റ്റ് ഇടുന്നുണ്ട്. അവിടെയും ഇവിടെയും കൊള്ളാണ്ട് ഓരോ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമുക്കതിൽ ആദ്യം തന്നെ സംഖ്യയുടെ എല്ലാമായ ഝാൻസി റാണിയിലെ ഝാൻസി ആയ വിശകല എന്താണ് പോസ്റ്റ് ഇട്ടെന്ന് കേട്ടിട്ട് വന്നാലോ? വിശകലമായിട്ട പോസ്റ്റ് ഇങ്ങനെയാണ്: കോടിക്കണക്കിന് ആളുകൾ ഭക്തിയോടെ നമസ്കരിച്ച ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ മകരവിളക്ക് അടുത്ത ഈ സമയത്ത് തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ചെയ്ത തെറ്റ് എന്താണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ SIT തയ്യാറാകണം. മന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. കുറ്റവാളിയായി കണ്ട ശങ്കർദാസും സുരക്ഷിതനാണ് എന്നാണ് നമ്മളെ വിശകലമാടം പറഞ്ഞിട്ടുള്ളത്. എന്റെ വിശകലമാടം SIT വന്നിട്ടുണ്ടല്ല, നിങ്ങൾ എല്ലാ കാര്യവും രാവിലെ ബോധ്യപ്പെടുത്താട്ട. ആരെയൊക്കെ പിടിക്കപ്പെട്ട് രാവിലെ എന്താണ് കഴിച്ചത്, അവർക്ക് ഉച്ചക്ക് എന്താണ് കൊടുക്കുന്നത്, രാത്രിക്ക് അവരെന്താണ് പറഞ്ഞത്, അവർ ടോയ്ലറ്റ് പോയപ്പോൾ എത്രമാത്രം ടോയ്ലറ്റ് പോയി എന്നൊക്കെ വിശകലയോട് SIT രാവിലെ വന്ന് പറയാട്ട. ഇത്രയും ദിവസം സ്വർണം കട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്ന് തന്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് അഹോരാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വിശകല ഒരു ഉന്നത കുല ബ്രാഹ്മണന ആ കേസിൽ പിടിച്ചപ്പോ ഇപ്പൊ പറയുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്തത് ഇവരെ ബോധ്യപ്പെടുത്തണം പോലും. ഒന്ന് എഴുന്നേറ്റ് പോ എന്റെ വിശകല മാടങ്ങള്. ഇനി അടുത്തത് സംഖ്യയുടെ എല്ലാമായ വൺ ആൻഡ് ഓൺലി അഡ്വക്കേറ്റ് ആയതിനു ശേഷം ഇതുവരെ കേസില്ലാത്തത് കൊണ്ട് ഇതുവരെ കോടതിയിൽ പോലും കയറാൻ പറ്റാതിരുന്ന, എന്നിട്ട് സ്വയം വർഗീയത പറഞ്ഞ് സ്വയം കേസുണ്ടാക്കിയിട്ട് കോടതിയിൽ പോയ സ്വന്തം വക്കീൽ കോട്ടില് പാമ്പിനെയും പഴുതാരിയും വരെ വളർത്തുന്ന നമ്മുടെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്താണ് പറഞ്ഞതെന്ന് കേട്ടിട്ട് വന്നാലോ? തന്ത്രിയും ഹിന്ദു സമാജവും ശബരിമല ഉൾപ്പെടെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളുടെ തന്ത്രമുള്ള താഴമൺ കുടുംബത്തിൽ തന്ത്രി രാജീവർ അറസ്റ്റിലായി. ഇവിടെ ഒന്നും നടന്നില്ല. ഹിന്ദു സമാജം ഒറ്റക്കെട്ടായി പറഞ്ഞു, കുറ്റം ചെയ്തത് ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. ഇനി തന്ത്രിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും മെത്രാനോ തങ്ങളോ ആയിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു പോയി. വെറുമൊരു ജിഹാദിയായ മദനിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് പട്ടപ്പാട് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? ഈ ചങ്ങായി എന്താണ് ഇവിടെ എഴുതത്? ആരാണ് കട്ടത്? ഇയാളുടെ പോസ്റ്റിൽ എന്താണ് പറയുന്നത്? എന്റെ മൊണ്ണ കൃഷ്ണരാജെ, കേസില്ല വക്കീലെ, തന്ത്രി കട്ടതിന് ആ പാവം തങ്ങന്മാരും പാവം മെത്രമാരും എന്ത് തെറ്റ് ചെയ്ത്? ആ ജയിലിൽ കിടക്കുന്ന മദനീനെ നീ എന്തിനാണ് ഈ കേസിൽ കൊണ്ടുവന്നിടുന്നത്? നിനക്ക് തന്ത്രീനെ കുറ്റം പറയാൻ കഴിയില്ല, നേരാൻ വണ്ണ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിന്റെ അകത്ത് വർഗീയത കുത്തിക്കെട്ടി എങ്ങനെയെങ്കിലും ഈ സംഭവം ഒന്ന് വിവാദമാക്കണം. ഇനി നീ നാളെ വന്നിട്ട് എന്താ പറയാന്നറിയാം? തന്ത്രി കണ്ഠര രാജീവര തന്ത്രിയാക്കിയത് മുസ്ലിങ്ങളാണെന്ന് വരെ നീ പറയും. നീ അത് പറയും, അതിലപ്പുറവും പറയും. അത് വിശ്വസിക്കാൻ വേണ്ടി വിവരവും ബോധമില്ലാത്ത കുറെ ചാണക സംഖ്യകൾ എനിക്ക് കൂട്ടായിട്ടുണ്ടല്ലോ. ഇനി ഞാൻ അടുത്തത് പറയാൻ പോകുന്നത് സംഖ്യയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി അഡ്മിനായ പ്രതീഷ് വിശ്വനാഥേട്ടൻ ഈ സംഭവത്തെ എങ്ങനെ നോക്കി കാണുന്നുവെന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ? തന്ത്രി കണ്ഠര രാജീവര അറസ്റ്റിൽ കഴിഞ്ഞു. എല്ലാ പ്രതീക്ഷ വിശ്വനാഥണ്ണ ഈ സംഭവം നമ്മൾ അറിഞ്ഞ തന്നെയല്ലേ. നിങ്ങൾ ഇത് മാത്രം എന്തിനാ അവിടെ പോസ്റ്റ് ചെയ്തത്? നിങ്ങളെ പോസ്റ്റ് കണ്ടാൽ എല്ലാവർക്കും തോന്നും നിങ്ങൾ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് കണ്ഠരരെ രാജീവര പോലീസ് സെർച്ച് ചെയ്ത വിവരം മലയാളികളെല്ലാം അറിഞ്ഞിരുന്നു. വേറൊരു കാര്യം എന്താ, ഈ പോസ്റ്റ് ഇട്ടപാട് നമ്മളെ പ്രതീക്ഷ വിശ്വനാഥട്ടെ ഒറ്റ ഉറക്കായിരുന്നു, പൊതച്ചുമൂടി ഒരൊറ്റ ഉറക്കം. ഇനി ഒരാഴ്ച കഴിയാണ്ട് എന്നെ വിളിക്കണ്ട, ഒരാഴ്ച കഴിഞ്ഞാലേ ഞാൻ എണീക്കുന്നാണ് പ്രതീക്ഷ വിശ്വനാഥട്ടൻ പറഞ്ഞേ. ഈ സംഭവം ഒന്ന് കത്തി അമരാണ്ട്, നമ്മളെ തന്ത്രിന്റെ കാര്യം കത്തി അമരാണ്ട് ഇനി നമ്മളെ വിശ്വനാഥട്ടൻ പുറത്തിറങ്ങൂല പോലും. നിങ്ങളൊരു കാര്യം ആലോചിച്ചോട്ടെ, ഇത് വേറെ ആരെങ്കിലും ആയിരുന്നു പിടിക്കപ്പെട്ടിരുന്നുണ്ടെങ്കില നമ്മളെ പ്രതീക്ഷ വിശ്വനാഥട്ടെ 100 പേജിൽ ഒരു വർഗീയ മഹാകാവ്യം എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എന്താ ചെയ്യാ, ഇതൊരു ഉന്നത കുല ബ്രാഹ്മണനായതുകൊണ്ട് നമ്മളെ പ്രതീക്ഷേട്ടൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഒരൊറ്റ ഉറക്കാം. ഇനി നമുക്ക് എല്ലാവരും നോക്കിക്കാണുന്ന കണ്ണിലെണ്ണ ഇടിച്ച് എല്ലാവരും നോക്കുന്ന അയാൾ എന്താണ് എഴുതുന്നത് നമുക്ക് നോക്കിയാലോ? അയാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീത് പണിക്കർ എന്താണ് തന്ത്രിയുമായി ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്ത് നോക്കാല. അതുണ്ടല്ലോ എത്ര കഴിഞ്ഞിട്ടാ പോസ്റ്റ് ചെയ്യുന്നറിയാം. നല്ലോണം കിട്ടിയ ശേഷം എല്ലാ പോസ്റ്റിന്റെ ഇടയിലും പോയിട്ട് എല്ലാവരും പറഞ്ഞു, എന്താ ഫണിക്കരെ ഉണരൂ തന്ത്രിനെ പൊക്കിന്ന് പറഞ്ഞ ശേഷമാണ് നമ്മളെ ഫണിക്കർ വന്നിട്ട് ഒരു പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഞാൻ വായിച്ചുതരാം. സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ അനുജ്ഞ നൽകാതിരുന്ന തന്ത്രി അകത്ത്. തന്ത്രി അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ പണിക്കർ ഇപ്പോഴും പറയുന്നത്.
പാളിയിൽ സ്വർണ്ണമല്ല ചെമ്പാണെന്ന് തിരുത്തിയ ഭരണസമിതിയിലെ മൂന്നാമൻ പുറത്ത്. വളരെ നല്ലത്. മൂന്നാമനും നാലാമനും ഒന്നല്ല എന്റെ പണിക്കറെ, ഒന്നാമനാണ് ഈ തന്ത്രി. ആ അമ്പലത്തിലെ ശബരിമല അമ്പലത്തിലെ ഒന്നാമനാണ് ഈ തന്ത്രി. ഈ തന്ത്രിനെ പൊക്കി കഴിഞ്ഞപ്പോ എന്താണ് പണിക്കർ ഇമ്മാതിരി വൃത്തികെട്ട വർത്താനം പറയുന്നത്? അപ്പൊ പണിക്കർ പറഞ്ഞത് ഈ തന്ത്രി ഒന്നും അറിഞ്ഞിട്ടില്ല എന്നാണല്ലേ? ആ ശ്രീകോവിലിന്റെ ചാവി അരയിൽ കൊണ്ട് കിടക്കുന്ന തന്ത്രി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ തന്ത്രി എന്താ പൊട്ടനാണോ എന്റെ പണിക്കറെ? അല്ലെങ്കിൽ ഈ പറയുന്ന പണിക്കറാണോ പൊട്ടൻ? പണിക്കരെ നിങ്ങൾ വേണമെങ്കിലല്ല സംഘികളെ പൊട്ടന്മാരായിക്കോ, അല്ലാണ്ട് എല്ലാവരും പൊട്ടന്മാരാക്കാൻ പണിക്കർ നോക്കണ്ട കേട്ടോ. തന്ത്രി അറിയാതെ ശബരിമലയിൽ ഒരു എല്ല പോലും അനങ്ങൂലാന്ന് വിവരവും ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം എന്റെ പണിക്കറെ. പണിക്കർക്കും ഏകദേശം അതൊക്കെ അറിയാം. പക്ഷെ പണിക്കർ അറിയാത്ത പോലെ നടിക്കുന്നത് പിടിക്കപ്പെട്ടത് ഒരു ഉന്നത കുല ബ്രാഹ്മണനായി പോയല്ലേ, ഒരു ബ്രാഹ്മണൻ. അതുകൊണ്ട് പണിക്കർക്ക് ഇങ്ങനെയേ പറയാൻ പറ്റൂ. ഇനി ഇതിന്റെ വേറൊരു രസം എന്നറിയാം, പണിക്കറിട്ട് ഈ പോസ്റ്റ് ഇതായാലും വിവരമുള്ള ഒരുത്തൻ ഒരു ചോദ്യം പണിക്കരോട് ചോദിച്ചു. പണിക്കർ എട്ടിൽ പൊട്ടി. ആ ചോദ്യവും പണിക്കർ കൊടുത്ത ഉത്തരം നമുക്കൊന്ന് വായിച്ചിട്ട് വന്നാലോ? സജേഷ് ആചാര്യ എന്ന് പറഞ്ഞിട്ട് ഞങ്ങായിയാണ് കമന്റ് ഇട്ടത്. ഒരു ക്ഷേത്രത്തിൽ പൂജാരിമാരോ തന്ത്രിയോ മേൽശാന്തിയോ അറിയാതെ ശ്രീകോവിലുള്ള വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ? തെറ്റ് കണ്ടാൽ അത് തെറ്റാണ് എന്ന് പറയാത്തത് ധർമ്മമാണോ? ഒരു സംശയം കൂടി ചോദിക്കുന്നു. ഇത്രയും പ്രശ്നം ശബരിമലയിൽ ഉണ്ടായിട്ടും കട്ടിളപ്പാളി തിരിച്ചു കൊണ്ടുവന്ന് പിടിപ്പിച്ചപ്പോൾ പോലും സ്വർണം മോഷണം പോയി എന്ന് അറിഞ്ഞിട്ടും അശ്വമംഗല പ്രശ്നം വഹിക്കണം എന്ന് തന്ത്രി ഇതുവരെ ആവശ്യം ഉന്നയിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും പണിക്കറേ എന്ന് ഒരു ചങ്ങായി ചോദിച്ചു. ആ ചോദ്യത്തിന് നമ്മളെ പണിക്കറു എന്ന് പറഞ്ഞ ഒരു ഉത്തരം, ഒരു വിഡ്ഢി ഉത്തരം നിങ്ങളൊന്ന് കേട്ടാട്ടെ. അറിയിച്ചില്ലെങ്കിൽ ധാർമ്മികമായി തെറ്റ് തന്നെ, പക്ഷെ അത് ബോർഡിന്റെ തെറ്റിന് പകരമാവില്ല. നിയമപരമായി തിരുവാഭരണം കസ്റ്റോഡിയൻ ബോർഡാണെന്നാണ് നമ്മുടെ ഈ സംഘി പണിക്കർ പറയുന്നത്. എന്റെ പണിക്കറെ, ധാർമ്മികമായ തെറ്റ് ധാർമ്മികമല്ലാത്ത തെറ്റൊന്നുമില്ല. ബ്രാഹ്മണന്മാരെ തെറ്റ് ചെയ്യുമ്പോൾ മാത്രം ആ തെറ്റ് ധാർമ്മികമായ തെറ്റും, അല്ലാണ്ട് ബ്രാഹ്മണൻ അല്ലാത്തവർ ചെയ്യുമ്പോൾ ക്രിമിനൽ തെറ്റും അങ്ങനെ ഒരു തെറ്റില്ല എന്റെ പണിക്കറെ. തെറ്റ് അതാര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇങ്ങനത്തെ ധാർമ്മികമായ പൊട്ടത്തരെല്ലാം പറഞ്ഞിട്ട് തന്ത്രിനെ വെളുപ്പിക്കണമെങ്കിൽ എന്റെ പണിക്കറെ ഒരുപാട് ചായപ്പൊടി പഞ്ചാരിയും നിങ്ങൾക്ക് ചെലവാകും എന്നുള്ള കാര്യം കൂടി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അങ്ങനെ പണിക്കർ ആ ഇട്ട പോസ്റ്റ് തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ പണിക്കർ ഇങ്ങനെ ഇരുന്ന് മെഴുകിയെന്ന് ഒരാൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരയില്ലാതെ, സാധാരണ ചോദ്യം ഉത്തരം മുട്ടമില്ല, സുഡാപ്പിന്ന് വിളിക്കല്. ഇതിപ്പോ സുഡാപ്പിന്ന് വിളിക്കാനും പറ്റില്ല. കുറെ സംഖ്യകൾ തന്നെയാണ് പണിക്കരോട് ചോദ്യം ചോദിക്കുന്നത്. അങ്ങനെ ഈ പോസ്റ്റ് ഇട്ട പണിക്കർ അവിടെ കിടന്ന് മെഴുകിയെന്ന്. ഇനി നമുക്ക് അടുത്തത് തിരുവനന്തപുരത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുൻ മേയറുമായ ശ്രീലേഖ മാഡം എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ? ശ്രീലേഖ മാഡം ഒരുപാട് വിഷമത്തിലാണ് ആ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് വായിക്കാം. കണ്ഠരര് രാജീവരേ, എനിക്ക് 30 വർഷമായി അറിയാം. അറിഞ്ഞുകൊണ്ട് അയ്യപ്പനൊരു ദോഷവും ചെയ്യില്ല. കണ്ഠരര് രാജീവര് നല്ലവരാണെന്നാണ് ഇപ്പോഴും നമ്മുടെ ശ്രീലേഖ മാഡം പറയുന്നത്. 30 വർഷമായിട്ട് ശ്രീലേഖ മാഡത്തിന് ഈ ഫ്രാഡ് തന്ത്രി കണ്ഠരര് രാജീവരെ അറിയെങ്കിൽ എന്റെ അഭിപ്രായത്തിലിട്ടില്ല. ഈ ശ്രീലേഖ മാഡത്തിനെ ഒന്ന് ചോദ്യം ചെയ്യണം. 30 വർഷമായിട്ട് ആ ഫ്രോഡിനെ അറിയെങ്കിൽ എന്തെങ്കിലും സംഭവം നമ്മൾ ശ്രീലേഖ മാഡത്തിന്റെ കയ്യിൽ നിന്നും കിട്ടും കെട്ടോ. ഇവരൊക്കെ IPS ആയിരുന്ന കാലത്ത് അന്വേഷിച്ച കേസിന്റെ അവസ്ഥയുണ്ടല്ല, വളരെ പൈശാചികവും മൃഗീയവുമായിരിക്കും കേട്ടാ. വേറൊരു കാര്യമുണ്ടല്ലോ, ഈ പോസ്റ്റ് നോക്കി നിങ്ങൾ അങ്ങോട്ട് പോകണ്ടട്ടാ. ഈ പോസ്റ്റ് ഇട്ടിട്ട് സംഭവം വിവാദമായത് കൂടി എന്നത്തെയും പോലെ ശ്രീലേഖ മാഡം ഈ പോസ്റ്റും മുക്കി അങ്ങൊറ്റ മുങ്ങല്. പിന്നെ നമ്മുടെ എല്ലാമായ സെൻകുമാർ സാറില്ലേ, മറ്റേ കേസ് അന്വേഷിക്കാൻ വേണ്ടിട്ട് മറ്റേ കുറ്റവാളിന്റെ ചെരുപ്പ് നോക്കിയിട്ട് ചെരുപ്പ് എടുക്കാൻ വേണ്ടി കുറ്റവാളി ഒരു പൊക്കാന്ന് പറഞ്ഞ സെൻകുമാർ സാർ, അത്രയും ബുദ്ധിമാനായ സെൻകുമാർ സാർ എന്താണ് പറഞ്ഞെന്നറിയാം? ഇത് വളരെ ദുഃഖകരം, വളരെ ദുഃഖവും വളരെ വിഷമവും ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ് സെൻകുമാർ സാർ പറഞ്ഞത്. ഒരു ബ്രാഹ്മണൻ കുറ്റവാളിയാകുമ്പോൾ നമ്മൾ സെൻകുമാർ സാറിന് എത്രമാത്രം ദുഃഖമുണ്ടായി എന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ ദുഃഖത്തിന്റെ മുകളിൽ സെൻകുമാർ സാർ ഇന്നലെ രാത്രി പൂട്ടും ബീഫും മണ അടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കിടന്നുറങ്ങിയത്. പിന്നെ നമുക്കെല്ലാം അറിയുന്ന സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകാരില്ലേ, കുറേയൊന്നുമില്ലേ, നമ്മളെ കാളിയണ്ണൻ, രസിത പാലക്കിൽ, നമ്മളെ ചേറായി അണ്ണൻ, അങ്ങനെയുള്ള അക്കുമുക്കി എല്ലാ സംഖ്യകളും എന്താണ് പറഞ്ഞെന്നറിയാം? അവര് നെറ്റ് തീർന്നു പോലും, റീചാർജ് ചെയ്യാൻ പൈസയില്ല. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞാലേ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കാൻ പറ്റൂ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് അവരാരും സോഷ്യൽ മീഡിയയിൽ കാണൂല എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ തന്ത്രിനെ ന്യായീകരിക്കാൻ പറ്റുന്ന എല്ലാ ചാണക സംഖ്യയോടും നിങ്ങൾ എന്തൊക്കെ ന്യായീകരിച്ചാലും ഈ ചങ്ങായി ഫ്രോഡാണ്, പക്കാ ഫ്രോഡാണെന്ന് ശബരിമലയിൽ പോകുന്ന എല്ലാവർക്കും അറിയാം. അവിടെ ഉണ്ടല്ലോ VIP വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാം. അവരെ ആനയിച്ച് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും വേണ്ടി ഒരു സാധാരണ ഭക്തനാ ഇയാൾ തിരിഞ്ഞു പോലും നോക്കൂലാന്ന് അവിടെ പോകുന്ന ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തർക്കും അറിയാം. അതുകൊണ്ട് കട്ടവൻ ആരായാലും, അത് ഏത് ഉന്നത കുല ബ്രാഹ്മണനായാലും ശരി, ശബരിമല അയ്യപ്പനുണ്ടല്ല പണി കൊടുത്തിരിക്കുന്നു പറഞ്ഞാൽ അമ്മാതിരി പണി കൊടുത്തിരിക്കും. പണി കിട്ടുന്നത് ഉന്നതകുല ബ്രാഹ്മണനാകുമ്പോൾ ഇങ്ങനെ വന്ന് കരഞ്ഞ് മെഴുകാൻ നിൽക്കണ്ട ചാണക സംഖ്യകളെ. ഉന്നതകുല ബ്രാഹ്മണന്മാർക്ക് പണി കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വന്ന് കരഞ്ഞ് മെഴുകുന്നത് എന്തിനാണെന്ന് അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ മലയാളികൾക്കും അറിയാട്ടോ. അപ്പൊ കട്ടവൻ ഏത് ഉന്നതകുല ബ്രാഹ്മണനായാലും പണി കൊടുക്കുന്ന ശബരിമല അയ്യപ്പനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.